ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്റർ കോമ്പാൻ്റെ എയർ ഡ്രോപ്പായിട്ട് ബന്ധപ്പെട്ട് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന എക്സ്ചേഞ്ച് ബൈനാൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇവൻറ്റുകൾ ഈ എയർ ഡ്രോപ്പായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചിക്ക് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ബൈനാൻസും അതുപോലെ ബൈബിറ്റും ആണ് ഓരോ ഇവൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബൈനാൻസിക്ക് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ബൈനാൻസ് ചൂസ് ചെയ്യുന്നതുകൊണ്ടും പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ പോവുക, ബൈനാൻസ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നോക്കുന്നത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ചെയിൻ എയർ ഡ്രോപ്പ്. ഇത് പലരുടെയും ചിലപ്പോൾ ടിക്ക് കിടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടിക്ക് കിടക്കുന്നുണ്ടാവില്ല. ടിക്ക് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ. നിങ്ങൾ എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുക, ബൈനാൻസ് പോയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈബിറ്റ് ആണെങ്കിൽ ബൈബിറ്റ് പോയിട്ട് ചെയ്യുക. ഓക്കെ, എക്സ്ചേഞ്ചിക്കുള്ള വിഡ്രോവൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. ഓൺ ചെയിൻ്റെ വിഡ്രോവലിൻ്റെ അവിടെ ടിക്ക് മാർക്ക് കിടന്നാലും കുഴപ്പമില്ല, കിടന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എക്സ്ചേഞ്ച് വഴിയാണ് എടുക്കുക ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഓൺ ചെയിൻ വിഡ്രോവൽ നിങ്ങൾ ടിക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലേ, നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്ചേഞ്ച് ചൂസ് ചെയ്യണം. അപ്പോൾ 21 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ബൈനാൻസ് എക്സ്ചേഞ്ച് എടുക്കുക, യെസ് ഐ ഹാവ് ഇറ്റ് കൊടുക്കുക. KYC നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ പോയിട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാമെന്നുള്ളൂ. നമുക്ക് വേണ്ടത് ഹാംസ്റ്ററിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ മെമ്മോയാണ് വേണ്ടത്. പലർക്കും ഇത് ഡോക്സ് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം പാറ്റേൺ ഫോളോ ചെയ്യാം. നിങ്ങൾ ബൈനാൻസ് അക്കൗണ്ട് എടുക്കുക. ബൈനാൻസ് അക്കൗണ്ടിൽ KYC നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, KYC വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ബോട്ടം കോർണറിൽ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഡെപ്പോസിറ്റ്, ഓക്കെ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. ഇവിടെ ഹിസ്റ്ററിയിൽ ഹാംസ്റ്റർ എടുക്കുന്നുണ്ട്, HMSTR എന്നാണ്. HMS എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഹാംസ്റ്റർ വരും. ഹാംസ്റ്റർ എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ നെറ്റ്വർക്ക് വയ്ക്കും. അപ്പോൾ ടോൺ കോയിനാണ് എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ പറയും അഡ്രസ്സും മെമ്മോയും വേണമെന്നുള്ളത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ കൊടുക്കുക. ഫസ്റ്റ് അഡ്രസ്സ് കൊടുത്തോ, ജസ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾ ഹാംസ്റ്ററിൽ വരാം, ഹാംസ്റ്ററിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ മെമ്മോയുടെ അവിടെ കോപ്പി ചെയ്യുക, മെമ്മോ പോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയുള്ളൂ സംഭവം. ആൻഡ് സേവ് ആൻഡ് ചൂസ് കൊടുക്കുക. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ച് വേണമെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ ബൈനാൻസിനോട് ഓട്ടോമാറ്റിക്കലി എന്തുന്നുണ്ട്, ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബൈനാൻസ് എടുത്തതെന്ന് വെച്ചാൽ ബൈനാൻസും അതുപോലെ ബൈബിറ്റാണ് നമ്മൾ നോക്കി വന്നപ്പോൾ ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബൈബിറ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ലെന്ന് വെച്ചാൽ ബൈബിറ്റ് ഇപ്പോൾ ഒരു അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ബൈബിറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ടല്ല, പക്ഷേ നമുക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ബൈബിറ്റ് ഇപ്പോൾ കറൻറ്റ്ലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പല ആപ്പുകളും ഒരു ലിമിറ്റ് കഴിഞ്ഞ് അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എന്തില്ല, അത് വർക്കിംഗ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈബിറ്റിൽ കൊടുത്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് പെട്ടുപോകും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ബൈബിറ്റ് ബാൻ ആവണമെന്നുണ്ടെങ്കിലും VPN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാനും അതിൽ എന്താണ് ടോക്കൺസ് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം സേഫ് ആയിട്ടുള്ള മെത്തഡാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ചിനോ അല്ലെങ്കിൽ ആപ്പിനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ക്രിപ്റ്റോനെ കുറിച്ച് അധികം അറിവില്ലാത്ത ആൾക്കാർ വരെ പിന്നെ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കി നടക്കേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടും ബൈനാൻസിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബൈബിറ്റാണ്. പക്ഷേ ബൈബിറ്റിനെ കുറിച്ചുള്ള ആൾക്കുള്ള കൺസേൺ ഇതാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവാത്തതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അപ്ഡേഷൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഭാവിയിൽ ഈ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബാൻ ആവാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടോക്കൺസ് അതിലുള്ള ടോക്കൺസിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ബൈനാൻസ് എടുക്കുന്നത്. ബൈനാൻസും അതുപോലെ ബൈബിറ്റും ഹാംസ്റ്ററിൻ്റെ എയർ ഡ്രോപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തുണ്ട് കുറച്ച് ഇവൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മീൻസ് എൻഗേജിംഗ് ആയുള്ള ഇവൻ്റ് ഉള്ളത് ബൈനാൻസിലാണ്. പക്ഷേ ഇതൊന്നും നോർമൽ യൂസേഴ്സിന് ഉപകാരമുള്ള ടൈപ്പുള്ളതല്ല. അതായത് ഇപ്പോൾ ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് മാത്രം റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ലാഭം ഉണ്ടാകുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിറ്റിനും ബൈനാൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസാണ് ഞാൻ പേഴ്സണലി കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ബൈബിറ്റിന് ഇങ്ങനെ ഒരു ചെറിയ റിസ്ക് ഫാക്ടർ ഉണ്ട്, ബൈനാൻസിന് ആ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല. കാരണം ബൈനാൻസ് ഇപ്പോൾ ബാൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ബൈനാൻസിന് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബൈനാൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈനാൻസിൻ്റെ സെല്ല് ആൻഡ് ബൈ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ടെലഗ്രാം വാലറ്റിലേക്ക് ഡോക്സ് കോയിൻ വിഡ്രോ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ടെലഗ്രാം വാലറ്റിൽ നിന്ന് മിനിമം വിഡ്രോവൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടൊരു എക്സ്ചേഞ്ച് കൊടുക്കുക. OKX ഒരിക്കലും കൊടുക്കണം ഞാൻ പറയില്ല. ഓക്കെ, പിന്നെ അതുപോലെ ബൈബിറ്റാണ് എപ്പോഴും ഇതുപോലുള്ള ടോക്കൺസും അതുപോലെ ടോൺ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കൺസൊക്കെ റിസീവ് ചെയ്യാനും പിന്നെ അതുപോലെ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെ നിങ്ങളുടെ കോയിൻസ് അല്ലെങ്കിൽ ഫണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, എയർ ഡ്രോപ്പ് റിസീവ് ചെയ്യുന്ന ആൾക്കാരും ആണെങ്കിൽ ട്രേഡേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങൾ സൂക്ഷിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ബൈബിറ്റിൽ കഴിഞ്ഞാൽ ഡോക്സ് സെല് ചെയ്തിട്ട്
അത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും, സെല് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ബൈബിറ്റിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഹാംസ്റ്റർ ടോക്കണിൽ നിന്ന് എത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്ന അറിയില്ലെങ്കിലും ആ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും കൂടി കൂട്ടിയിട്ട് വലിയൊരു കുഴപ്പമില്ലാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കണില്ല, അത് INR ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കണമെങ്കിലും ഒരു മിനിമം എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാർക്കറ്റിൽ പോയിട്ട് ഇന്ത്യൻ റുപ്പീസിന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എക്സ്ചേഞ്ച് വന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം പേജുകളിലും ചാനൽസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നാളെ സ്നാപ്ഷോട്ടാണ്, സെപ്റ്റംബർ 20 സ്നാപ്ഷോട്ടാണ്. അപ്പോൾ സ്നാപ്ഷോട്ടിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ.